ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാ കൂട്ടുകാരും എനിക്ക് ലൈക്കൊക്കെ തരണേ. ആദ്യമേ തന്നെ ഞാൻ പറയാണ്, കാണുന്ന കൂട്ടുകാരും എനിക്ക് ലൈക്ക് തരുന്നില്ല. അപ്പം രാവിലെ തന്നെ പോച്ച പറിക്കുകയാണ് കേട്ടോ. പോച്ച പറിക്കൽ. ഞാൻ ഒരു വശത്തുനിന്ന് പോച്ച പറിച്ചിട്ട് അപ്പുറത്തെ വശത്ത് പോകുമ്പോഴത്തേക്കും ഇപ്പുറത്തെ വശത്ത് പോച്ച വരും. അവിടെ നിന്ന് പറിച്ചിട്ട് ഇപ്പുറം വരുമ്പോഴത്തേക്കും ഇവിടെ പോച്ച വരും. അങ്ങനെ എന്തായാലും മഴ ആയതുകൊണ്ടായിരിക്കണം ഇങ്ങനെ പോച്ച ഇങ്ങനെ കിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ പാർത്ഥന് ഇന്ന് രാവിലെ ട്യൂഷനൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാനിവിടെ പോച്ച പറിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ കാണിക്കുന്ന വേല കണ്ടോ, ഓർക്കാപ്പുറത്തും നമ്മുടെ ദേഹത്ത് ഇങ്ങനെ കുറച്ച് വെള്ളം വീഴുമ്പം നമുക്ക് പേടിക്കത്തില്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാനങ്ങ് പേടിച്ചു പോയി. പക്ഷേ പണ്ടൊക്കെ നമ്മളിങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നല്ലേ, മരത്തിൻ്റെ കീഴിൽ പോയി നിന്നിട്ട്. അങ്ങനെ പിന്നെ ജോലിയൊക്കെ ഒതുക്കിയതിന് ശേഷം ഞാൻ മണപ്പള്ളി വരെ പോകണമായിരുന്നു. അങ്ങനെ ഞാൻ മണപ്പള്ളി വരെ പോയി. എനിക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്നിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, കാരണം ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ഒന്നും എടുത്തില്ല. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ചോറും കറിയൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ടായിരുന്നു. ഞാനതൊന്നും എടുക്കാൻ കാരണം എൻ്റെ വീഡിയോസിനകത്ത് എപ്പോഴും ചോറും കറിയും വെക്കുന്ന പാത്രം കഴുകുന്നതൊക്കെ കണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു നിങ്ങൾക്ക് ബോറായി കാണുമോ, അതുകൊണ്ട് തന്നെ ഞാനത് ഒഴിവാക്കിയത്. പിന്നെ ഇത് മത്തിയുടെ പരിഞ്ഞിൽ കിട്ടിയതാണ്. അത് ഞാൻ തോരൻ വെക്കുന്ന ഈ ഒരു രീതിയിലാണ്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ആർക്കെങ്കിലും എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരു ഉപകാരം ആവട്ടെ എന്ന് കരുതിയാണ്. അപ്പം ഞാൻ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടെ എടുക്കും. എന്നിട്ട് അതെല്ലാം കൂടെ അതിലേക്ക് നമ്മൾ ചട്ടിയിലേക്ക് അതിട്ട് കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മത്തിയുടെ പരിഞ്ഞിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം മാത്രം, കുഞ്ഞു വെള്ളം മാത്രം, കൈവെള്ളം വെച്ചിട്ട് തീ സിമ്മിലിട്ട് അടച്ച് വെച്ച് വേവിക്കണം. അത് വെന്ത് കഴിയുമ്പം നമ്മളതെടുത്ത് ഇങ്ങനെ ഒന്ന് ചിക്കി തോത്തി കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പൊടികൾ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്ര സംഭവങ്ങളും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷം ഈ വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കി തോത്തി കഴിയുമ്പോൾ ലാസ്റ്റ് കുറച്ച് മുളക് പൊടി പോലും തേങ്ങായും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. എൻ്റെ പൊന്നേ, അടാറ് ടേസ്റ്റാണ് കേട്ടോ. ചോറ് കഴിക്കാൻ വേറെ ഒരു കറിയും വേണ്ട, ഒരു ചമ്മന്തിയും ഇതും ഉണ്ടെങ്കിൽ സെറ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതി ഇത് മാത്രം ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചത്. പക്ഷെ നമുക്ക് ഉച്ചക്കത്തേക്ക് കഴിക്കാനെല്ലാം ഉണ്ടായിരുന്നു. ചോറുണ്ട്, പിന്നെ ഏതാണ്ട് നമ്മുടെ മത്തി തേങ്ങ അരച്ച് കറി വെച്ചതുണ്ട്, മത്തി വറുത്തതുണ്ട്. ഉണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്, മത്തി വറുത്തതുണ്ട്. അതിൻ്റെ അടിയിലിരിക്കുന്ന പാത്രത്തിലും ചോറ് തന്നെ കേട്ടോ. പിന്നെ ഇത് നമ്മുടെ താരം മത്തിയുടെ പരിഞ്ഞിൽ, അങ്ങനെ അതുണ്ട്. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഊണുമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് മയങ്ങി. അതിന് ശേഷം പിന്നെ പാർത്ഥൻ വരാറായപ്പോഴത്തേക്കിനും ബ്രെഡ് ഉണ്ടായിരുന്നു. അതൊന്നെടുത്തൊന്ന് നെയ്ക്കകത്തൊക്കെ തേച്ചൊന്ന് നെയ്യെല്ലാം ചേർത്തൊന്ന് ടോസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതി. സ്കൂൾ പോയിട്ട് വരുന്ന വഴിക്ക് വിശന്നല്ലേ വരുന്നത്. ഇപ്പം പിന്നെ ട്യൂഷനും കൂടെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരുപാട് ലേറ്റായിട്ടാവും വരുന്നത്. അപ്പം വരുമ്പോഴേ ഭയങ്കരമായിട്ട് വിശന്നാണ് കയറി വരുന്നത്. എന്ത് പണിയാണെന്നോ തമ്പുരാൻ അറിയാം. ഈ ജോലി എടുക്കാൻ പോകുന്നവർക്ക് ഇത്രയും വിശപ്പില്ല, പഠിക്കാൻ പോകുന്നവർക്ക് എന്താണെന്നോ ഇത്രയും വിശപ്പ്. അങ്ങനെ പിന്നെ അതെല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മുടെ പതിവ് പണിയാണ് കേട്ടോ, അടുക്കള വൃത്തിയാക്കൽ. നമ്മൾ ഈ വൈകിട്ടാകുമ്പോഴത്തേക്കിനും അടുക്കളയൊക്കെ വൃത്തിയാക്കി അടുപ്പ് ചാരമൊക്കെ വാരി എല്ലാം ഒന്ന് സെറ്റാക്കി ഇടാമെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് നമ്മൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ ഉണ്ടല്ലോ ഒരു പോസിറ്റീവ് വൈബായിരിക്കും. നല്ല ഒരു ഇതായിരിക്കും അല്ലേ, അടുക്കളയൊക്കെ വൃത്തിയാക്കി ഇങ്ങനെ ഇട്ടേക്കാമെങ്കിൽ. ഞാനങ്ങനെയാണ്, എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു പണിയാണ് നടക്കുന്നത്. അടുപ്പിലെ ചാരമൊക്കെ വാരി എല്ലാം വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ റൂമിൽ വന്നിച്ചിട്ട് നേരെ ഒന്ന് ഇരിക്കാനായിട്ട് നോക്കണ്ട, നമ്മുടെ സുന്ദരി എൻ്റെ കൂടെ വന്നാണ്ടോ. ഞാൻ എവിടെ പോയാലും അവൾ എൻ്റെ കൂടെ ഉണ്ട്, ലൈവ് എടുക്കാൻ പോയാലും എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ പിന്നെ അവൾ എൻ്റെ കൂടെ വന്ന് കട്ടിലേക്ക് കയറി കിടക്കുക. അപ്പോഴത്തേക്കിനും പിന്നെ 7:30 ആയപ്പോൾ അണ്ണൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു. ആ കൊച്ച് എന്തോ തപ്പ് കാണാം അക്ഷയയിലെങ്ങാണ്ട് പോകാനായിട്ട്. അങ്ങനെ അതൊക്കെ തപ്പിയെടുത്ത് അക്ഷയയിൽ പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ, സ്നേഹപൂർവ്വം.